ശരിയാക്കിയിട്ടില്ല. വണ്ടിക്ക് തന്നെ ഇൻഷുറൻസ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് 1,20,000 സംതിങ് ആണ്. ഓപ്ഷനാണ് നമ്മൾ ഒറ്റ വാക്കിൽ. സീരിയസ്. അപ്പോൾ ഇത് ചോദിക്കട്ടെ, കുഴപ്പമില്ല. ക്രിസ്റ്റ 2.8 എന്ത് വില കിട്ടി കൊടുത്തപ്പോൾ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 സ്ഥലത്തെങ്കിലും വണ്ടി ബുക്ക് ചെയ്തിട്ടാ. അതെ, ഈ ഡാമേജ് ഡാമ്പർ എന്ന് പറയുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഗുണങ്ങളുണ്ടോ? ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞു, അതിന് 40 രൂപയാണ് സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളൂ. നമസ്കാരം. ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സീരീസ് ചെയ്യണമെന്ന് കുറച്ചായി ഞാൻ വിചാരിക്കുന്നു. 1-2 വീഡിയോസൊക്കെ ചെയ്തു, നിങ്ങൾക്കറിയാം. നമ്മൾ ടാറ്റ അൾട്രോസിൻ്റെയും ടിയാഗോടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നടക്കേണ്ടായില്ല. നമ്മൾ പല ആൾക്കാരോടും വണ്ടിയെക്കുറിച്ച് ചോദിച്ചിട്ട് അല്ലെങ്കിൽ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ആകാൻ പറഞ്ഞിട്ടൊക്കെ കിട്ടിയ റെസ്പോൺസ് കുറവായതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കാത്ത് ഒരു 7XO വന്നേക്കുന്നത്. ഈ 7XOയിൽ അവിടെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു രസമുണ്ടല്ലേ. അതായത് ഇപ്പോൾ ബൈച്ചേട്ടൻ്റെ റാപ്പിഡ് ഫയറിൽ നമ്മൾ തന്നെ പോയിട്ടുണ്ട്. അതുപോലെ പല വണ്ടികളുടെ പല കഷ്ണങ്ങളും മുറിച്ചൊരു എപ്പിസോഡല്ല, ഒരു വണ്ടിയുടെ തറവിലുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ആയിരിക്കും. അതിനകത്ത് കുറ്റങ്ങൾ കാണും, കുറവുകൾ കാണും, പ്രശ്നങ്ങൾ കാണും, ഗുണങ്ങൾ കാണും, വണ്ടി വാങ്ങാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻ കാണും. അപ്പോൾ നമുക്ക് എന്തായാലും പരിചയപ്പെടുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത് പേര് ഗോപുവാണ്. അതായത് ഗോപു എന്ന് പറയുമ്പോൾ ഗോപുവിൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ സർജിക്കൽ എക്യുപ്മെൻ്റ് ആണ്. അത് എറണാകുളത്ത് തന്നെയാണ് അല്ലേ? അതെ, നമ്മൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ബൈപ്പാപ്പ്, സീപ്പാപ്പ്, അങ്ങനത്തെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ഹോൾസെയിലും അതുപോലെ റീറ്റെയിൽ സപ്ലൈ ആണ് ചെയ്യുന്നത്. പാലാരിവട്ടത്താണ് ഓഫീസ്, സാഗ് മെഡിക്കെയർ. ഞങ്ങൾ അയൽക്കാരാണ് ഏറെക്കുറെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് 1 മാസം പഴക്കമുള്ള 7XO AX7 ആണ്. അപ്പോൾ ഇതിലെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. ഈ വണ്ടി എന്തുകൊണ്ട് വാങ്ങി, ഇത് എന്തിനു വാങ്ങി, ഇതെന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, ഇത് ഓടിക്കാൻ എങ്ങനെയുണ്ട്, ഇതിന് പ്രശ്നങ്ങളുണ്ടോ, എല്ലാം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് വണ്ടി പ്രാന്തൻ്റെ ബ്രൂട്ടലി ഹോണസ്റ്റിലൂടെ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ? അതെ, സത്യത്തിലേ ബ്രൂട്ടലി ഹോണസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് XUV 7XOയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഈ വണ്ടി ഓക്കെയാണ്, ഇത് AX7 അല്ലല്ല, അതുകൊണ്ട് തന്നെ മാനുവലി ഉള്ള ഒരു പാർക്ക് ബ്രേക്കും അങ്ങനെ കുറച്ച് വ്യത്യാസമുള്ളൂ. 3 സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഗോപുവിൻ്റെ അടുത്ത് ഗോപുവിൻ്റെ പ്രൊഫഷനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് ചോദിക്കാം, കാരണം അതാണ് കുറച്ചുകൂടി നല്ലത്. അവിടെ തുടങ്ങാം, പറയും. നമ്മൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഹോൾസെയിലും അതുപോലെ റീറ്റെയിൽ സപ്ലൈ ആണ്. നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ബൈപ്പാപ്പ്, സീപ്പാപ്പ്, വെന്റിലേറ്ററുകളുണ്ട്, ECG മെഷീൻ ഉണ്ട്. ഇപ്പോൾ പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ താഴെ പോകുമ്പോൾ അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ CO2 ലെവൽ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പുറത്തേക്ക് പോകുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബൈപ്പാപ്പ്. ഇങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഹോൾസെയിലായിട്ടും അതുപോലെ റീറ്റെയിലായിട്ടും ഉണ്ട്. ഇത് ഹോസ്പിറ്റൽസിനാണ് കൊടുക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ സപ്ലൈ ഉണ്ട്. കൂടാതെ ബൈപ്പാപ്പ്, സീപ്പാപ്പ് ഒക്കെ വരുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്ററൊക്കെ ഡയറക്റ്റ് യൂസേഴ്സാണ് മേടിക്കുന്നത്. ഡോക്ടേഴ്സാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച വിലയിലും അതുപോലെ നല്ല സർവീസുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായി. നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാത്ത പ്രൊഡക്ട്സിനാണെങ്കിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാഗ് മെഡിക്കെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മളിവിടെ പാലാരിവട്ടത്ത് പൈപ്പ് ലൈനിലാണ്. സാഗ് മെഡിക്കെയർ സിസ്റ്റം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്, നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ എല്ലാം. ഓക്കെ, ആദ്യം ചോദിച്ചു പറയുന്നത് വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇത് വാങ്ങിയത് അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ക്രിസ്റ്റ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. 2.8 ഓട്ടോമാറ്റിക്. കൂടാതെ ഒരു സെൽറ്റോസ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും ഡീസൽ തന്നെയാണ്. ഈ ക്രിസ്റ്റ 2.8 എന്ന് പറയുന്നത് മാരകമായിട്ട് വണ്ടിയാണ്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ ഈ 7XOയിലേക്ക് വന്നപ്പോൾ ഇത് ലൈറ്റാണ് ഒബ്വിയസ്ലി, കാരണം അത് മോണോക്കോക്കാണ്, അത് ബോഡി ഓൺ ഫ്രെയിമാണ്, വ്യത്യാസങ്ങളുണ്ട്. ഓടിക്കാനും ഇത് കാറ് പോലെയാണ്, കുറച്ചുകൂടി ട്രക്കിലേക്കാണ്. ഓക്കെ, അതിലപ്പുറം എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം? ഡ്രൈവിംഗ് പ്ലഷർ പ്യൂറായിട്ട് 7XOയിൽ തന്നെയാണുള്ളത്. ആണോ? അതെ. ക്രിസ്റ്റയിൽ നമുക്ക് ആ ഒരു യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കൊന്ന് പതുക്കെ കാല് കൊടുത്താൽ മതി. വണ്ടി 450 Nm ടോർക്കുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഓടിച്ചാലാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ ഓൾറെഡി ഹൈക്രോസ് ബുക്ക് ചെയ്തിട്ടതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പുതിയ വേരിയൻറ്റ് വന്നപ്പോൾ 700 മാറ്റി 7XO വന്നപ്പോൾ ജസ്റ്റ് പേരിനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഹൈക്രോസ് മാറ്റി ഇതിലേക്ക് വന്നത്. ഹൈക്രോസിലാണെങ്കിൽ ഈ ഒരു ഡ്രൈവിംഗ് പ്ലഷർ ഇത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, ബീയിങ് എ ടൊയോട്ട കസ്റ്റമർ, നിങ്ങൾക്ക് റീസെയിൽ വാല്യൂനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ഒരു കൺസേൺ ഇല്ലേ? ഇല്ല, കാര്യം ടൊയോട്ട എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീസെയിൽ വാല്യൂ എപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ആ ഡ്രൈവിംഗ് പ്ലഷർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മഹീന്ദ്രയുടെ ഡീസൽ വണ്ടികൾ തരുന്നത് ഒരു അത് പറയുമ്പോഴേ ഈ കാറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ വണ്ടി പെട്ടെന്ന് ഡിപ്രിഷിയേറ്റ് ചെയ്യും, വാല്യൂ കുറയുന്നൊക്കെ, മനുഷ്യനെ തന്നെ ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഇഷ്ടമുള്ള സാധനം വാങ്ങിയിട്ട് നേരെ നമുക്ക് എന്താ പറയുക അത് ഓടിച്ച് അതിൻ്റെ ഒരു ഫണ്ട് അനുഭവിച്ചാൽ നല്ലതല്ലേ അല്ലേ? തീർച്ചയായും. ഇപ്പോൾ 7XO മെഡിക്കലൊക്കെ പിന്നെ ഉള്ളൂ അങ്ങനെ പറയാൻ കാരണം 7XO ഉപയോഗിച്ച് ഒരു
തവണ നമ്മളിത് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്കത് നിങ്ങൾ വേറെ ഏതെങ്കിലും കാറുകൾ നോക്കുന്നുണ്ടെങ്കിലോ അഭിപ്രായം ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഇത് ഡെയിലി ഡ്രൈവറാണോ? എന്ത് ദൂരം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓട്ടം പരിധി? എൻ്റെ വീട് പെരുമ്പാവൂരാണ്. അപ്പോൾ ഡെയിലി ഞാൻ എറണാകുളത്തേക്ക് പാലാരിവട്ടത്തേക്ക് ഡെയിലി ഡ്രൈവ് എനിക്ക് 50 ഒരു 100 കിലോമീറ്റേഴ്സ് ഡെയിലി ഒരു ഓട്ടം ഉണ്ട്. ഓക്കെ. അപ്പോൾ എനിക്കിത് മൈലേജ് എങ്ങനെയായാലും ഇതിനകത്തേക്ക് 12 to 14 മൈലേജ് മിനിമം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കാൽക്കുലേഷൻ നോക്കിയാലേ ഇപ്പോൾ ഡീസൽ മാത്രം പോരല്ലോ, ഇതിൽ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് വേണ്ടേ? അങ്ങനെ അതും കൂടി നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ലാഭമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഡീസലിൽ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഞാൻ സെൽറ്റോസിൽ എനിക്ക് 10,000 കിലോമീറ്ററിലാണ് ഈ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യേണ്ടി വരാറുള്ളൂ. ഓക്കെ. അതിനൊരു 700 റുപ്പീസൊക്കെയാണ് മാക്സിമം അവർ മേടിക്കുന്നുള്ളൂ. ഓക്കെ. പക്ഷെ ഡ്രൈവിംഗ് പ്ലഷർ മെയിനായിട്ട് നമുക്ക് ഡീസലിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളപ്പോൾ ടോർക്കിന് അഡിക്റ്റ് ആണ്, നിങ്ങൾക്ക് ടോർക്കാണ് ഇഷ്ടം? ഇൻസ്റ്റന്റ് ഒരു ടോർക്ക്, ഇതിന് 450 Nm ടോർക്ക് കിട്ടുന്നു. മനസ്സിലായി. ഓക്കെ. ഇനി ഈ വണ്ടി വാങ്ങിയല്ലോ, ഈ വണ്ടി വാങ്ങിയപ്പോൾ എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചില്ല. 2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് വണ്ടി വാങ്ങുമ്പോൾ PDI ചെയ്യണമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം? നമ്മൾ വണ്ടി എടുത്തപ്പോൾ സെപ്പറേറ്റ് PDI ചെയ്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, സൈഡ് കോർണർ സൈഡ് വിട്ടുണ്ട്, ശരിക്കും വിട്ടിരിക്കുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്യാനും നിൽക്കുന്നില്ല, ക്ലിപ്പ് വേണ്ട. അത് ഫിറ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ല, അതിന്റെ ക്ലിപ്പ് ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയിക്കാന്ന് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് സർവീസ് ഇത് ഓട്ടോബാൻ മഹീന്ദ്രയിൽ ഇത് കൊടുത്തിരുന്നു. പക്ഷെ അവര് ശരിയാക്കിയിട്ടില്ല. അവരത് 1-2 ദിവസം കൂടി വണ്ടി അവിടെ ഇടണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഒരു ട്രിപ്പ് സേലം പോകാനുള്ളത് കൊണ്ട് അതായത് പുതിയ വണ്ടികളാകുമ്പോൾ വാറണ്ടി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഡൗൺ ടൈം ഒരു പ്രശ്നമാണ്. അത് നമുക്കൊരു വണ്ടി വേണം, ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ 2-3 ദിവസമൊക്കെ കൊണ്ടുപോയിട്ട് നേരാക്കുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ക്ലിപ്പിനൊക്കെ അല്ലേ. ഇതൊരു ക്ലിപ്പ് വെച്ച് ഞാൻ ശരിക്കും കേട്ടോ പോകുമ്പോൾ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു, വേറൊരു പ്രശ്നം കൂടി പറഞ്ഞല്ലോ. 2 പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുന്നത്? പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റിന്റെ ആയിരുന്നു. നമ്മളിത് അത് വണ്ടിയുടെ അല്ല, വേറെ വണ്ടിയുടെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ. പിന്നെ അടുത്തത് വണ്ടി ഞാൻ എടുത്ത് ഓട്ടോബാൻ മഹീന്ദ്രന്നായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 സ്ഥലത്തെങ്കിലും വണ്ടി ബുക്ക് ചെയ്തിട്ട് അർജന്റായിട്ട് വണ്ടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് നേരെ പോവാം. കാരണം ഫസ്റ്റ്ലി ഞാനിത് ബുക്ക് ചെയ്യുന്ന സമയത്ത് 2 months വെയിറ്റിംഗ് പീരീഡാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ വയലാട്ട് മഹീന്ദ്ര ചെന്നപ്പോൾ അവർ എനിക്ക് 1 monthനുള്ളിൽ തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും ഓട്ടോബാൻ മഹീന്ദ്ര തന്നെ ടൈം പീരീഡ് 3 weeks തന്നു. അപ്പോൾ അതായത് നിങ്ങൾ പറയുന്നത് ഡീലേഴ്സ് തമ്മിൽ ഒരു മത്സരമുണ്ട് വണ്ടി തരാനായിട്ട് പെട്ടെന്ന് അല്ലേ? തീർച്ചയായും. ഓക്കെ. ഇപ്പോൾ ഇതിനൊരു കാര്യം എന്ന് പറയുമ്പോൾ എത്ര മാസം വെയിറ്റിംഗ് ഉണ്ടെന്നാണ് ആദ്യം ഇനീഷ്യലി ബുക്ക് ചെയ്ത് പറഞ്ഞത്? കാരണം ബുക്ക് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കിട്ടില്ല എന്നുള്ളത്. AX7 എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇതിന് 2 months ആണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞത്. AX7L ഇതിന്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ 6 മാസമായിരുന്നു വെയിറ്റിംഗ് പീരീഡ്. ഓ, അത്രയുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ വേരിയന്റിലേക്ക് പോയത്. ഇപ്പൊ പെട്രോൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണമുണ്ട്, ഓട്ടം ഉണ്ട്, ശരി. ഇപ്പൊ ഡീസൽ അല്ല EV, ഇവിടെ 9S ഉണ്ടല്ലോ, EVയിലേക്ക് എന്തുകൊണ്ട് പോയില്ല? EV ഞാനൊരു 2-3 വർഷത്തിൽ വണ്ടി മാറ്റുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വണ്ടി EV കസ്റ്റമർ എടുക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് EVയിലേക്ക് പോകാൻ. മനസ്സിലായി. നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് കഴിഞ്ഞ് കാട്ടുമ്പോൾ റീസെയിൽ വാല്യൂടെ പ്രശ്നമുണ്ട് അല്ലേ? റീസെയിൽ വാല്യൂ അല്ല, വണ്ടി നമുക്കൊന്ന് ആരെങ്കിലും കൊടുത്ത് മാറണമല്ലോ, പുതിയ വണ്ടിയിലേക്ക് മാറണമല്ലോ. EV കസ്റ്റമേഴ്സ് ഇപ്പോൾ EV വണ്ടികൾ വിൽക്കാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. മനസ്സിലായി. അതിന്റെ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ EVയിലേക്ക് എത്താനുള്ള സമയമായിട്ടില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഒരു 2-3 വർഷം കൂടി മിനിമം എടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതായത് ഇപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഞാൻ ആട്ടെ, ഇപ്പോൾ 9S കൊണ്ട് ഞാൻ ഓൾറെഡി ഓൾ കേരള പോയതാണ്. അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഞാൻ ധനുഷ്കോടിയൊക്കെ പോയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അത് ഓക്കെ, ചാർജ് ചെയ്യാനുള്ള സമയം നമ്മൾ എടുക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, നിങ്ങൾ വ്യവസായികളാണല്ലോ അല്ലെങ്കിൽ ബിസിനസ്സുകാരാണ്. അപ്പോൾ നിങ്ങൾക്ക് സോളാറിൻ്റെ ഗുണങ്ങൾ അറിയാം, നിങ്ങൾക്ക് വീട്ടിൽ സോളാർ വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവുന്ന വിശ്വസിക്കുന്ന അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് EVയിലേക്ക് ഒരു പരീക്ഷണം നോക്കിയിട്ട് 2 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വണ്ടി ഡീസലും ഒരു വണ്ടി EV ആയ എന്തോ അങ്ങനെ ഒരു സംഭവം ആയിക്കൂടെ? അടുത്ത വണ്ടി ഏതായാലും ഒരെണ്ണം എടുക്കുന്നത് EV തന്നെയായിരിക്കും. പക്ഷെ അതൊരു 2 years ശേഷമാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എത്തിയിട്ടില്ല, സമയം എത്തിയിട്ടില്ല. ബാറ്ററി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 വർഷത്തിലൊക്കെ ഒരു 1000 കിലോമീറ്റർ റേഞ്ചിലേക്ക് വണ്ടികൾ എത്തും. ഇപ്പൊ തന്നെ മാനുഫാക്ചേഴ്സ് 600-700 കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ പോയപ്പോൾ AX7L വാങ്ങാതെ AX7 വാങ്ങാനുള്ള കാരണം എന്താ? അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ട്, അത് മാത്രമല്ലാണ്ട് വേറെന്താ വാല്യൂ പ്രൊപ്പോസിഷൻ നോക്കിയിട്ടുണ്ടോ? ഇത് വാല്യൂ ഫോർ മണി എന്നാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ റോഡുകളിൽ അഡാസ് ഫീച്ചേഴ്സ് അങ്ങനെ നമുക്ക് അധികമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അഗ്രി വിത്ത് ദാറ്റ്. പിന്നെ എനിക്ക് ഇതിനകത്ത് ആകപ്പാടെ തോന്നിയൊരു നെഗറ്റീവ്, ഈ വേരിയന്റിൽ വെന്റിലേറ്റഡ് സീറ്റും കൂടി കൊടുക്കാമായിരുന്നു. അതെ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത 3 ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ അല്ല, വെന്റിലേറ്റഡ് സീറ്റ് അവൈലബിൾ അല്ല, പിന്നെ മെയിനായിട്ട് തോന്നിയത് ഈ അഡാസ് ഫീച്ചേഴ്സ് ആണ്. ഇത് 3 ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ടോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നത് അത് മാനുവൽ ഇഷ്ടമല്ലാത്ത ആളാണോ, അതോ മാനുവൽ ഓടിച്ച് നമ്മുടെ ഇപ്പം ഈ കാലത്ത് മാനുവൽ പറ്റില്ല എന്നുള്ളതാണോ? ഇപ്പോൾ എറണാകുളത്താണെങ്കിലും ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കുകൾ അറിയാലോ. അപ്പോൾ ഈ ബ്ലോക്കിൽ നമുക്ക്
ക്ലച്ച് ചവിട്ടി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് ഓട്ടോമാറ്റിക് തന്നെ സെലക്ട് ചെയ്തത്. അടുത്തൊരു ചോദ്യം പറയുമ്പോൾ അല്ല, ഒരു ജസ്റ്റ് ഒരു കാഷ്വലി ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 7XO എത്തി, ബുക്ക് ചെയ്തു, വാങ്ങി എന്നുള്ളത് ശരിയാണ്. വേറെ വണ്ടികളൊന്നും നോക്കിയില്ലെന്നാണ്. അപ്പോൾ ഓക്കെ, ഹൈക്രോസ് ബുക്ക് ചെയ്യാന്നുള്ളത് ക്രിസ്റ്റയാണ് സംഭവിച്ചു. ഈ 2.8 വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, എന്തൂസിയാസ്റ്റുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നുണ്ട് കീപ്പറാണ്, അത് കുറേ കാലം കൊണ്ടുനടക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനൊക്കെ പറ്റിയ വണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി മാറ്റാൻ എന്തായിരിക്കും കാരണം? അത് 2 ലക്ഷം കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഓക്കെ, എനിക്ക് ഡെയിലി ഓട്ടോ ഉണ്ട്. ഇപ്പോൾ സെൽറ്റോസും ഇപ്പോൾ ഞാനൊരു 3 വർഷം ആവുന്നുള്ളൂ എടുത്തിട്ട്, അതും ഒരു 1 lakhന് മുകളിൽ. സെൽറ്റോസ് മാറായി ടെക്നിക്കലി. ഓക്കെ, അത് മാറാണെങ്കിൽ ഇപ്പോൾ അടുത്ത വണ്ടി ഏതായിരിക്കും ഐഡിയ ഉണ്ടോ? സെൽറ്റോസ് അടുത്തൊരു EV തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ മാറണുള്ളൂ, 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പോൾ അത് ശരിയാണ്. ശരി, അപ്പോൾ ഇത് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഉത്തരം. വേറെ ഏതൊക്കെ വണ്ടികൾ നോക്കി? സെൽറ്റോസ് തന്നെ പുതിയ വേരിയന്റ് വന്നപ്പോൾ അതും കൂടി ജസ്റ്റ് ഞാനൊന്നൊരു കൺസിഡർ ചെയ്തിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റാണ് 7XOയിലേക്ക് എത്തിയത്. ഈ 7 സീറ്റർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 7 സീറ്റർ ഓൾറെഡി 5 സീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ പോകുമ്പോൾ നമുക്കൊരു 7 സീറ്റർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണല്ലോ. ഇതെന്താ ചോദിക്കാൻ കാരണം, നിങ്ങൾ ഈ എക്യുപ്മെന്റ്സ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ലഗേജ് കയറ്റൽ കുറച്ച് കൂടുതലായിരിക്കും ഞാൻ കരുതുന്നത്. നിങ്ങളെല്ലാം ഡെലിവറി ചെയ്യുന്നതൊക്കെ ഒബ്വിയസ്ലി, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ കുറച്ച് ലഗേജ് ഒക്കെ വേണ്ടി വന്നാൽ അങ്ങനെ ഉപകാരപ്പെടുന്ന കരുതിയിട്ട് കൂടെയാണോ 7 സീറ്റർ? അതും ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ബാക്കിൽ നമ്മൾ 2 സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് നല്ലപോലെ നമുക്ക് കിട്ടും, ആവശ്യത്തിനുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ബിസിനസ് എങ്ങനെ പോകുന്നു? ബിസിനസ് നന്നായി പോകുന്നു. ഓക്സിജൻ കോൺസെൻട്രേറ്ററോ ബൈപ്പാപ്പോ സീപ്പാപ്പോ നോക്കുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച വിലയിൽ സാഗ് മെഡിക്കെയറിൽ വിത്ത് പ്രോപ്പർ സർവീസോട് കൂടി പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇതൊരു സർവീസ് കൂടെ ആണോ? കാരണം മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, കാരണം എപ്പോഴും ലൈഫ് സപ്പോർട്ടായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗോകുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. അത് ഒരു എന്താ പറയുക, നല്ലൊരു ഡിസ്കൗണ്ട് കൂടെ സാധനം കിട്ടാനായിട്ട് ഉപകാരപ്പെടും. അതായത് ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്ത് വേണ്ട സാധനമല്ല, എന്നാലും ഞാൻ പറയുന്നത് ഒരാവശ്യം വരുമ്പോൾ ഓക്കെ വിത്ത് പ്രോപ്പർ സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ എൻ്റെ ബ്രദർ ഇപ്പോൾ ഓൾറെഡി മഹീന്ദ്രയുടെ തന്നെ താർ റോക്സ് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും ഓട്ടോബാനിൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. ഇപ്പം നിപ്പോൺ ഗ്രൂപ്പിന്റെ ആണെന്നുള്ള രീതിയിലാണ് അവിടെ ബുക്ക് ചെയ്തത്. പക്ഷേ 2 months കഴിഞ്ഞിട്ടും വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി കിട്ടാത്ത ഡിലേ ഷോറൂമിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്ക് ഈ 22-ാം തീയതി നാട്ടിൽ വരണം. ഓണ അവധിക്ക് വരുന്നുണ്ട്. അബുദാബിയിലാണ് ഈ ബ്രദർ. അപ്പോൾ വയനാട്ടിലും കൂടി ബുക്ക് ചെയ്തു. വിത്തിൻ 1 week അവിടെ നിന്ന് വണ്ടി അറേഞ്ച് ആയി. വണ്ടി ഓൾറെഡി ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ആള് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓഫറുകളൊക്കെ കിട്ടുന്നത് ഇതിനകത്ത്? ഈ 7XOക്ക് ഇപ്പോൾ നിലവിൽ ഓഫറുകളൊന്നുമില്ല, കാരണം ഇത്രയും ബുക്കിംഗ് പീരീഡ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. താർ റോക്സിന് ഇപ്പോൾ കമ്പനി 70,000 രൂപയുടെ കൺസ്യൂമർ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂലൈ 10th തൊട്ട് അവർ 2.7% വണ്ടിയുടെ റേറ്റ് കൂട്ടി. ഞാനിതെടുത്ത് ജൂലൈ 7ാം തീയതിയാണ്. എനിക്കിതെടുത്തപ്പോൾ 25,98, നിയർലി 26 ലക്ഷമാണ് ഓൺ റോഡ് വന്നത്. ഞാൻ എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന് 80,000 രൂപ കൂടി. ഇപ്പോൾ ഈ വണ്ടിയുടെ AX7 വേരിയന്റിന് 26,80,000 ഓൺ റോഡ് വില. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് കൂടി കിട്ടി. അതായത് 80,000 രൂപയുടെ കുറവിൽ വണ്ടി കിട്ടാൻ പറ്റി. ഇത് ചോദിക്കട്ടെ, ചോദിക്കുന്നത് കുഴപ്പമില്ല. ക്രിസ്റ്റ 2.8 എന്ത് വില കിട്ടി കൊടുത്തപ്പോൾ? കാരണം ഭയങ്കര മാർക്കറ്റാണ് കിട്ടുന്നത്. അത് 24 lakhs കിട്ടിയിട്ടുണ്ടായിരുന്നു കൊടുത്തപ്പോൾ. അത് ശരി. ഏത് മോഡലായിരുന്നു? 2019 മോഡലാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ക്രിസ്റ്റ ഇപ്പോഴും വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി 2.8 ഒക്കെ. 2.8 കിട്ടാനില്ല, അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പുള്ളി ഇത് ഇപ്പോഴാണ് പറഞ്ഞത്, മുമ്പ് പറയുന്നത് നമുക്ക് ആളുകളുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ക്രിസ്റ്റയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഹൈക്രോസിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 7XOയിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്. ഈ ബോഡി ഓൺ ഫ്രെയിമിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടി യാത്ര ചെയ്തിട്ട് ഈ മോണോക്കോക്കിലേക്ക് കയറിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് ടോർക്കിൻ്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനല്ല, കംഫർട്ട് ലെവലിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയ വ്യത്യാസം എന്ന് പറയാൻ പറ്റും? അത് സാധാരണ ലേമാൻ പെർസ്പെക്റ്റീവിൽ 7XOയിൽ ഡ്രൈവിംഗ് കംഫർട്ടിനേക്കാൾ കൂടുതൽ യാത്രാസുഖം നല്ല രീതിയിലുണ്ട്. ഇതിന് മുമ്പത്തെ XUV 500 ഒക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെറിയൊരു കല്ലോ എന്ത് കയറിയാലും ഉള്ളിലേക്ക് കറക്റ്റ് ഇമ്പാക്റ്റ് അറിയായിരുന്നു. 7XOയിൽ ഇപ്പോൾ ക്രിസ്റ്റ പോലെ അല്ലെങ്കിൽ ഹൈക്രോസ് പോലെയുള്ള സെയിം യാത്രാസുഖം തന്നെയാണ് ഇതിനകത്ത്. യാത്രാസുഖം ഉണ്ട്, കൂട്ടത്തിലെ ഡ്രൈവിംഗ് പ്ലഷറും ബോത്താണ് 7XO എനിക്ക് ഫീൽ ചെയ്തത്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ബാക്ക് സീറ്റിൽ ആൾക്കാർ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ മിഡിൽ സീറ്റിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണ്? അത് എന്താണ് അവർ പറയുന്നത്? വണ്ടി മിഡിൽ റോയ്സ് ഓക്കെയാണ്, മിഡിൽ റോയിൽ നല്ല കംഫർട്ട് തന്നെയാണ്. പക്ഷേ ബാക്ക് റോയിൽ 2 കുട്ടികൾക്കൊക്കെയാണ് പറ്റുള്ളൂ ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കുന്നത് 5 സീറ്റർ ആയിട്ടും പിന്നെ ബാക്കിലെ സീറ്റ് മറിച്ചിട്ട് ലഗേജ് സ്പേസിന് വേണ്ടിയാണ്. അതെ, മെയിൻ ആയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കംഫർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവർ ഇതിനെ കുറിച്ച് പറയുന്നത് അവരൊരു പേരൊക്കെ ഉണ്ട് സസ്പെൻഷൻ. ഓക്കെ, FSD തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആ ഡാമ്പേഴ്സിന് ഒരു അഡാപ്റ്റീവ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരതിനെ വിളിക്കുന്നത് ഡാവിഞ്ചി ഡാമ്പേഴ്സ് എന്നാണ്. ഈ ഡാവിഞ്ചി ഡാമ്പർ എന്ന് പറയുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഗുണങ്ങളുണ്ടോ? നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താ പറയുക? അത് എന്താ അതിൻ്റെ ഒരു വ്യത്യാസം? നിങ്ങളുടെ ഒരു സാധാ വണ്ടി നല്ല രീതിയിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു കുഴിയിലേക്ക് ചാടുവോ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോയിട്ട്
ഈ ഹമ്പ് ചാടും അങ്ങനെയൊക്കെ ചെയ്താൽ പോലും ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് ആ ഇമ്പാക്റ്റ് വളരെ കുറച്ച് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എടുത്തൊരു അടി അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്പീഡിൽ ഓടിക്കുന്നതാണോ? വണ്ടി സ്പീഡിൽ ഓടിക്കാറുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് ലീഗൽ സ്പീഡിലായിട്ടോ, അല്ലാതെ വേറെ സ്പീഡല്ല. വണ്ടി അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ സേലം പോയപ്പോഴേക്കാണെങ്കിലും സ്പീഡിൽ തന്നെയാണ് നമ്മൾ ഓടിച്ചത്. വണ്ടി കോർണറിങ് ആണെങ്കിലും അതുപോലെ ഹൈവേ സ്റ്റെബിലിറ്റി എല്ലാം നല്ല രീതിയിൽ തന്നെയുണ്ട്. അപ്പോൾ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനത് ചോദിക്കാൻ കാരണം എനിക്ക് 9S ആയിട്ട് ഞാൻ പറഞ്ഞില്ല എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ആ വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി ഒരു ബിസി ആയിട്ട് ഫീൽ ചെയ്യുന്നു ചില സമയത്ത്. ഇതിലങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. മേ ബി ഡാവിഞ്ചി ഡാമ്പേഴ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ സസ്പെൻഷൻ ട്യൂണിംഗ് ഒന്നും വ്യത്യാസപ്പെട്ടുകൊണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 9Sനേക്കാളും കുറച്ചുകൂടി റൈഡ് ക്വാളിറ്റി കൂടുതൽ ഈ 7S ഒക്കെയാണ്. നിങ്ങൾ 9S ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല 9S ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. മനസ്സിലായി. കാരണം അതിന് ഇപ്പോൾ ഒരു ഡാമേജ് ഡാമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സസ്പെൻഷൻ ട്യൂണിംഗ് വ്യത്യാസപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരു ചെറിയ ഒരു ബിസിനസ് ഉണ്ടാകും സസ്പെൻഷൻ. ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ഈ 3 സ്ക്രീനുകൾ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? അതായത് ഈ 3 സ്ക്രീൻ യൂസ്ഫുൾ ആണോ അതോ അനാവശ്യമാണോ? ഇപ്പോൾ കുട്ടികളായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് 2 കുട്ടികളാണ്, അടങ്ങിയിരിക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഈ 3rd സ്ക്രീൻ ഉള്ളതുകൊണ്ട് അതിനകത്ത് യൂട്യൂബ് കിഡ്സ് എന്തെങ്കിലും നോക്കി രണ്ടുപേരും അടി കൂടാതെ നോക്കി ഇരുന്നോളും. അപ്പോൾ ഗുണം തന്നെയാണ്. പിന്നെ സ്പീക്കിംഗ് ഓഫ് വിച്ച്, നമ്മൾ സ്ക്രീനിനെ കുറിച്ച് പറയുന്നു. സ്ക്രീനിൽ നമുക്ക് ഹാങ് ആവുക, ലാഗ് ആവുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല വണ്ടിയും ഉണ്ടായിട്ട്. നിങ്ങൾക്ക് എന്താ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്? എനിക്ക് തന്നെ പേഴ്സണലി 700 ആയിരുന്നു, 7X അല്ല. അത് ഓടിച്ച് ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാവിലെ ക്ലസ്റ്റർ ഓഫ് ആവുന്ന ഒരു ഫിനോമിനം കിട്ടിയിരുന്നു. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതുപോലുള്ള ഗ്ലിച്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടോ? അത് നീ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന പേടിയുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ യൂട്യൂബിലൊക്കെ റിവ്യൂസ് നോക്കിയപ്പോൾ ഈ സെയിം ഇത് ഞാനും ഇനി വരുമോ എന്നുള്ളൊരു ചെറിയൊരു ആശങ്കയുണ്ട്. നിലവിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ബാക്കി മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും വണ്ടി ഓക്കെയാണ്. അത് പറഞ്ഞപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടോ? എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടില്ല. അതിന് കാരണം ഇത് 3 വർഷത്തേക്കാണെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി 5 വർഷത്തേക്ക് ആക്കി കഴിഞ്ഞാൽ അത് 1,50,000 കിലോമീറ്ററിൽ ക്യാപ്പായി പോകും. ഈ 3 വർഷം കഴിഞ്ഞ് നമുക്ക് ഇത് പുതുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അത് 3 വർഷത്തിന് മുമ്പ് എപ്പോഴാണെങ്കിലും നമുക്ക് ഇത് പുതുക്കാവുന്നതാണ്. പക്ഷേ 3 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ 1,00,000 മുകളിലേക്ക് ഓട്ടം വരുന്നതുകൊണ്ടാണ് ഞാൻ അപ്പോൾ നോക്കിയിട്ട് എടുക്കാറുള്ളത്. 3 വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ വാറണ്ടി പീരീഡ് കവർ ആവുന്നുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ എടുക്കുന്നത് ശരിയാണ്. മെയിൻ്റനൻസിന്റെ കാര്യം, അങ്ങനെ പല കാര്യങ്ങളും പുതിയ വണ്ടി വാങ്ങുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ പുറത്തുള്ള വണ്ടി ആകുമ്പോൾ ഒബ്വിയസ്ലി അതിനുള്ള പ്രീമിയം വളരെ പണിക്കും വരും അല്ലേ? അതിനെക്കുറിച്ച് എന്താ ഒരു കൺസേൺ? അപ്പോൾ ക്രിസ്റ്റ ഓടിച്ചാണ്, റിലയബിലിറ്റി അങ്ങേറ്റുള്ള ഇന്നോവ ക്രിസ്റ്റയാണ്, പാർട്സിൻ്റെ വില കുറവായിരിക്കാം ഒബ്വിയസ്ലി. അതുപോലെ ഉള്ളൊരു കാര്യം മഹീന്ദ്രയ്ക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനകത്ത് സർവീസ് എങ്ങനെയും ഒരു 10,000 താഴെ നിൽക്കുന്നുള്ള രീതിയിലാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. കാരണം ഇതിന് ഓയിൽ ചേഞ്ച് 20,000 കിലോമീറ്ററിലാണ് വരുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് 10,000 കഴിഞ്ഞാൽ പിന്നെ 30, 50 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞു, അതിന് 40 രൂപയാണ് സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് അടുത്ത സർവീസിലൊക്കെ ആണെങ്കിലും മിനിമലായ ഒരു ഇതാണ് സർവീസ് അഡ്വൈസർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് വേറെ എന്തെങ്കിലും നമുക്ക് തട്ടിമുട്ടി എന്തെങ്കിലും പാർട്സ് ഒക്കെ പോയി കഴിഞ്ഞാലാണ് ഒരു ഹൈ മെയിൻ്റനൻസ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധേണ്ട കാര്യമില്ല. കാരണം റിട്ടേൺ ഇൻവോയ്സ് അടക്കമുള്ള ഇൻഷുറൻസ് ആണ്. എനിക്ക് തോന്നുന്നു 3 വർഷത്തേക്ക് റിട്ടേൺ ഇൻവോയ്സ് ഉണ്ട്, പിന്നെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് മെക്കാനിക്കലി പ്രശ്നങ്ങൾ നമുക്ക് വാറണ്ടി പീരീഡ് വരെ ടെൻഷൻ ചെയ്യുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സർവീസിന്റെ കാര്യം എടുത്തു. സർവീസ് കോസ്റ്റ് ഇപ്പോൾ ഒരു 10,000 റേഞ്ച് തന്നെ, ഒരു ക്രിസ്റ്റ കൊണ്ടെടുക്കുന്ന റേഞ്ചിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് വരുന്ന കൺസ്യൂമബിൾസ് ആണല്ലോ. ഫോർ എക്സാമ്പിൾ ഓയിൽ, അതുപോലെ ബ്രേക്ക് പാഡ്സ്, അതുപോലുള്ള സംഗതികളൊക്കെയാണ് ശരിക്കും വരുള്ളൂ. അല്ലാണ്ട് ബ്രേക്ക് പാഡുകളാണെങ്കിലും അഡാസ് ഉള്ള മോഡലിലാണെങ്കിൽ അതിന് ലൈഫ് കുറവാണെന്ന് ഞാൻ ഓൾറെഡി റിവ്യൂവിൽ കണ്ടിരുന്നു. ഓക്കെ, ഇത് അഡാസ് ഇല്ലാത്ത മോഡലായതുകൊണ്ട് ബ്രേക്ക് പാഡിനും ലൈഫ് കുറച്ച് കൂടുതലാണ്. അതിന് ഓട്ടോമാറ്റിക് ആണ് ബ്രേക്കിംഗ് യൂസ് കൂടുതലായിരിക്കും, നമുക്ക് ഉറപ്പായിട്ടും ചിന്തിക്കാവുന്ന കാര്യമല്ലേ. അപ്പോൾ അതും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഇന്നോവ കസ്റ്റമർ ആയിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ എന്ന് പറയുന്നത് ക്രിസ്റ്റയെ മാറ്റിയിട്ട് സെൽറ്റോസും ഈ 7X ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ഹാപ്പിയാണ്? ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതുവരെ ഹാപ്പിയാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. എന്തൊക്കെയായിരുന്നു ഒരു മെച്ചപ്പെടേണ്ടിയിരുന്നത് എന്ന് തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് മാറ്റം വേണം തോന്നിയത്? എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മാറാൻ തോന്നിയ കാര്യം? അപ്പോൾ ഡെലിവറി ആവാം, അല്ലെങ്കിൽ വണ്ടി വാങ്ങുന്ന കാര്യങ്ങളാവാം, ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആവാം. അതിനെക്കുറിച്ചൊന്ന് ലളിതമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയും. അവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒരു വണ്ടി വാങ്ങാൻ പോകുമ്പോൾ? വണ്ടി വാങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ 2-3 ഷോറൂമിൽ ഞാൻ ആദ്യം പറഞ്ഞോണം ചോദിച്ച് റേറ്റും കൂടി എടുക്കുക. ഓക്കെ, മാക്സിമം കൺസ്യൂമർ ഡിസ്കൗണ്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഫസ്റ്റ് തന്നെ നോക്കേണ്ട കാര്യമാണ്. ആദ്യം നമ്മളൊരു വണ്ടി ഫൈനലൈസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ വണ്ടിയുടെ വില ഓരോ ഷോറൂമിലും വ്യത്യാസമുണ്ട്. ഓൺലൈൻ മറ്റേ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ചെക്ക് ചെയ്യാൻ. എക്സ് ഷോറൂം സെയിം തന്നെയാണെങ്കിലും നമുക്ക്
ഓൺ റോഡ് വിലയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ഈ വണ്ടിക്ക് തന്നെ ഇൻഷുറൻസ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് 1,20,000 സംതിങ് ആണ് 5,00,000 മഹീന്ദ്ര. പക്ഷേ ഞാനിത് പൈസ ബസാറിൽ പോളിസി ബസാറിൽ നോക്കി നമ്മൾ റേറ്റ് എടുത്തപ്പോൾ എനിക്ക് 45,000 രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടി. അപ്പോൾ ഞാൻ അവിടെ നല്ല എടുത്ത, പക്ഷേ ഇത് വെച്ച് ഇല്ല വേറെ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് നമ്മൾ ബാർഗൈൻ ചെയ്ത് ഓട്ടോ ഭാൻ മഹീന്ദ്രയോട് പറഞ്ഞപ്പോൾ അവർ 2,000 കൂടി അഡീഷണൽ 47,000 രൂപയ്ക്ക് ഇൻഷുറൻസ് എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഒറ്റ വാക്കിൽ സീരിയസ്. അപ്പോൾ നമ്മളെപ്പോഴും ഓൺലൈൻ പ്രൈസും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഷോറൂമുകാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇതിനകത്തുള്ളത് ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇയർലി 2 പ്രാവശ്യം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ മാത്രമേ. അൺലിമിറ്റഡ് ക്ലെയിം ആണ്. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളാണ്. അതെ, ബാക്കി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എഞ്ചിൻ പ്രൊട്ടക്ഷൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊരു നല്ല ഇൻപുട്ടാണ് നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു വണ്ടി വാങ്ങുമ്പോൾ ഇൻഷുറൻസ് പുറത്തുനിന്ന് അന്വേഷിക്കുന്നതും അത് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഷോറൂമിൽ തന്നെ എടുക്കാം. നമ്മൾ ആ ഒരു റേറ്റ് പറഞ്ഞാൽ ഇവർ തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ അടുത്ത വണ്ടി നമ്മൾ നോക്കേണ്ടത് പ്രോപ്പറായിട്ട് നമുക്കൊരു സർവീസ് നെറ്റ്വർക്ക് ഉള്ള വണ്ടിയാണോ എന്നും കൂടി നോക്കുക. ഞാൻ മഹീന്ദ്രയിലേക്ക് വരാൻ കാര്യം ഇപ്പോൾ നിപ്പോൺ ടൊയോറ്റോ നമുക്കറിയാലോ, അവരുടെ അത്രയും നാളത്തെ ഒരു സർവീസ് ഫീഡ്ബാക്കും അതൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓട്ടോബാൻ മഹീന്ദ്ര എടുത്തപ്പോൾ അങ്ങനെയാണ് ഞാൻ കൈഡ് കൊടുക്കാറായില്ല. കാരണം ഞാൻ ഫസ്റ്റ് സർവീസിന് പോയപ്പോൾ അവർക്ക് ആ ചെറിയ ക്ലിപ്പ് കൊട്ടിയത് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ അവർ ഡെലിവറി ടൈം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അവരുടെ കോമ്പറ്റീറ്റേഴ്സായ വയലാട്ട് മഹീന്ദ്രയൊക്കെ ചെറിയ ടൈമിൽ വണ്ടി ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എനിക്ക് ജസ്റ്റ് പറയാനുള്ളൂ അവരുടെ അടുത്ത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതിപ്പോ നല്ല ഷോറൂം ആണെങ്കിൽ അവർക്ക് ബുക്കിംഗ് കൂടുതലായിരിക്കും, അവർക്ക് കസ്റ്റമേഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചധികം വണ്ടികൾ കിട്ടേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമായിരിക്കാനും മതി. നമുക്ക് അവരെ ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നേ ഇപ്പൊ നമുക്കറിയാലോ ഡിമാൻഡ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ എന്താ പറയുക അവൈലബിലിറ്റി എന്ന് പറയുന്നതും വ്യത്യാസം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ അത് നല്ല ഓപ്ഷൻ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേറെ വണ്ടി നോക്കാൻ പറ്റില്ലേ, വേറെ സ്ഥലത്ത് പോയി നോക്കാൻ പറ്റുന്ന കൂടി ഉണ്ടല്ലോ. പക്ഷേ സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ. എനിക്കിപ്പോൾ തോന്നുന്നത് പഴയ പോലെ മറ്റേ വണ്ടി എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, മീറ്റർ ഉരുട്ടിട്ട് മറ്റുള്ളവർക്ക് ഓടിക്കാൻ കൊടുക്കുന്ന സ്കീമൊന്നുമില്ല. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പല വണ്ടികളും ഞാൻ തിരിച്ചയക്കേണ്ടത്. കാരണം നമ്മൾ ഷൂട്ടിന് ചോദിക്കുമ്പോൾ മഹീന്ദ്ര അല്ല പർട്ടിക്കുലർലി ഒരു ബ്രാൻഡിന് അങ്ങനെ പറയുന്നില്ല. ഷൂട്ടിനൊക്കെ വണ്ടി വയ്ക്കുമ്പോൾ അവർ മീറ്റർ അയച്ചിട്ട് കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മീറ്റർ കാണാൻ പറ്റില്ല, എനിക്ക് മീറ്റർ കാണിക്കാൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ചു വിട്ടൊക്കെ ഉണ്ട്. ഇന്ന് അതൊന്നും മാറി. ഇന്ന് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതായത് ഇന്ന് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആണെന്ന് തോന്നുന്നു. അതായത് ഓൺലൈൻ വന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഓൺലൈൻ്റെ ഒരു ഗുണമാണ് ഇത് അല്ലേ. അതുപോലെ അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു വണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 15-20 കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ വണ്ടി എടുക്കുക. അത് ഞാൻ എല്ലാവരും പറയാറുണ്ട്. ലോങ് ടെസ്റ്റ് ഡ്രൈവ് മസ്റ്റ് ആണ്. കാരണം നമുക്ക് തോന്നുന്ന പ്ലസീബോ ഫീൽ ഉണ്ട്, ഇത് കൊള്ളാൻ തോന്നിട്ട് അങ്ങനെ ഒന്ന് വാങ്ങിയാൽ തെണ്ടി പോകുള്ളൂ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ MG വിൻസർ, ഞാൻ MG വിൻസറിനെ കുറിച്ച് സംസാരിക്കണം, ഇതിന് സംസാരിക്കാൻ കാര്യമില്ല. എന്നാലും അത് റൈഡ് ക്വാളിറ്റി ഒത്തിരി പ്രശ്നമാണ്. പക്ഷെ അത് ആളുകൾ ചെറിയ ടെസ്റ്റിൽ മനസ്സിലാക്കില്ല. പിന്നെ വാങ്ങിയതിന് ശേഷം പലരും പരാതി കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഹൈവേ ഡ്രൈവ് മാത്രമല്ല, നമ്മൾ ചെറിയ ഇടറോഡുകളിലൂടെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിച്ചിട്ട് മാത്രം വണ്ടി എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത് ഷോറൂമുകാർ കൂടി ശ്രദ്ധിക്കണം. ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുമ്പോൾ കുറച്ചധികം ദൂരം ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാനുള്ളൊരു കാര്യം അവർ ചെയ്യണം. കിട്ടും. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്കാണെങ്കിലും അവർ വേണമെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിട്ട് വരുന്നുണ്ട്. ഉറപ്പായിട്ടും ചോദിച്ചാൽ കിട്ടും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്നത് അതിനകത്ത് അത്യാവശ്യം ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടാവും. ഒബ്വിയസ്ലി ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളും ഈ വണ്ടിയെക്കുറിച്ച് ഓൾമോസ്റ്റ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ആ ഡോർ അടയ്ക്കുമ്പോൾ ആ ഡോറ് താഴെ സിൽ പ്ലേറ്റിൽ കടക്ക് തരുന്ന ഒരു പ്രശ്നം ഞാൻ എൻ്റെ വണ്ടി കണ്ടായിരുന്നു. അതായത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത വണ്ടി കണ്ടായിരുന്നു. അത് പക്ഷേ PDI ചെയ്യാത്ത കാരണം തന്നെ, അതായത് PDI ചെയ്തിട്ട് അലൈൻമെന്റ് ശരിയാക്കിയപ്പോൾ ശരിയായിട്ടുണ്ടാവും. അതുപോലെ ചെറിയ ചെറിയ ഇഷ്യൂസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു XUV എന്ന് പറയുന്ന വണ്ടി കാലങ്ങളായിട്ട് നിരത്തിലുണ്ട്. അപ്പോൾ 7X ഒന്ന് പേര് മാറ്റി വന്നപ്പോൾ കുറേ അധികം കാര്യങ്ങളൊക്കെ സോർട്ടഡ് ആണ് അല്ലേ. നോക്കി B6 പോലത്തെ കിയ ഉണ്ടോ, കവറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എന്താണ് ഒരു ലാസ്റ്റായിട്ട് ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത്? അവർക്ക് എന്താണെന്ന് കിട്ടാൻ ഉള്ള ഒരു സംഗതി? ഒരു 30 lakhsന് താഴെ നോക്കുന്ന വണ്ടികൾ നോക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് 7X. അത്യാവശ്യം റീസെയിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ ടൊയോറ്റ പോലെ അത്ര ഒരു റീസെയിൽ വാല്യൂ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളൊരു ഡ്രൈവർ എൻതൂസിയാസ്റ്റ് ആണ്, നിങ്ങൾക്ക് നല്ലൊരു ഡ്രൈവിംഗ് പ്ലഷർ വേണം, കൂട്ടത്തിൽ നല്ലൊരു യാത്രാ സുഖവും കൂട്ടത്തിൽ തരുന്ന നല്ലൊരു മികച്ചൊരു വണ്ടി തന്നെയാണ് 7X. ഫാമിലിക്കും കൂടി ഫാമിലി യൂസും അതുപോലെ ലോങ് ഡ്രൈവുകൾ ഉണ്ടെങ്കിലും എല്ലാം കൊണ്ട്. ഞാനിപ്പോൾ സിറ്റി ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ചെറിയ കാർ പോലെ അത് കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ 7X നോക്കുന്നവർക്ക് ഒരു ഉപകാരമായിട്ട് ഈ വീഡിയോ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗോപുവിന് നന്ദി. എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.